പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം എന്ന് പറയുന്നത് ഒരു ബാലിശമാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ വോട്ടർ പട്ടികയൊക്കെ സുതാര്യമാക്കാന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടർ ഐഡിയും അതുപോലെ തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് തയ്യാറുണ്ടോ? വോട്ടർ പട്ടികയും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്താൽ ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ ഡബിളിങ് വരില്ല, അല്ലെങ്കിൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിൽ 500 വോട്ട് വരില്ല. ആരാണ് സാർ ഈ സർവേ നടത്തിയത്? ഏത് ഒതന്റിസിറ്റി ഉണ്ട് ആ സർവേക്ക്? 2024 നവംബർ 1 നിങ്ങൾക്ക് നവംബർ 24 നിങ്ങൾക്ക് കരട് വോട്ടർ പട്ടിക കിട്ടിയില്ലേ? നിങ്ങൾ ഇങ്ങനെ ഇത്രയധികം ബോഗസ് വോട്ടുണ്ടെങ്കിൽ നിങ്ങളന്ന് പരാതി കൊടുക്കാറുന്നില്ലേ? ഇനി അത് കഴിഞ്ഞ് ജനുവരിയിൽ നിങ്ങൾക്ക് വീണ്ടും ഒറിജിനൽ വോട്ടർ പട്ടിക കിട്ടിയില്ലേ? നിങ്ങൾക്ക് ആ ഫൈനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പരാതി കൊടുക്കാമായിരുന്നില്ലേ? നിങ്ങൾ കൊടുത്തോ? അപ്പം വാസ്തവത്തിൽ 1960 നിങ്ങൾ കൊണ്ടുവന്ന അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും BJPയുടെ ആൾക്കാരുണ്ടാക്കിയതല്ല. പിന്നെ ആരോ ഇവിടെ പറയുന്നത് കേട്ടു ഡിജിറ്റൽ കൊടുത്തില്ല. അതെങ്ങനെയാ കൊടുക്കുക? കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ കേസുണ്ടല്ലോ, ആ കേസിൽ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഡ്യൂലി ബൗണ്ട് ടു പ്രൊട്ടക്ട് ദ പ്രൈവസി ആൻഡ് പ്രിഫറിംഗ് ഓഫ് ദ വോട്ടേഴ്സ് എന്ന ജഡ്ജ്മെന്റിലുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ പറയുന്നതിന് ഒരർത്ഥവുമില്ല. നിങ്ങൾക്ക് 99 കോൺഗ്രസ് MPമാരുണ്ടല്ലോ, ഈ കോൺഗ്രസ് 99 MPമാരും കള്ളവോട്ടിലാണ് ജയിച്ചത് എന്ന് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ?